PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ LGSന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയുടെയാണ്. അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ LGS പരീക്ഷ എഴുതിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ക്ലിയറായും കൃത്യമായും വേഗം തന്നെ അപ്ലോഡ് ചെയ്യുക. അതിന് അധികം ദിവസം സമയം ഉണ്ടാവില്ല. അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ അത് നിങ്ങളുടെ ഷോർട്ട് ലിസ്റ്റിനെ ബാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ കോഴിക്കോട് ജില്ലയുടെ പരീക്ഷ നടന്നിരുന്നത് 2024 ഡിസംബർ 7 ആയിരുന്നു. കോഴിക്കോട് ജില്ലയുടെ കൂടെ ആലപ്പുഴയും എറണാകുളവും കൂടെ ഒരുമിച്ചായിരുന്നു പരീക്ഷ നടന്നിരുന്നത്. അത്രയ്ക്ക് വിഷമുള്ള ഇതൊന്നും ആയിരുന്നില്ല, കടുപ്പം കുറഞ്ഞ ചോദ്യപേപ്പർ തന്നെയായിരുന്നു ഈ പരീക്ഷയ്ക്ക് നടന്നിരുന്നത്. ഇനി ഇതിൽ കോഴിക്കോട് ജില്ലയിൽ ആകെ അപ്ലൈ ചെയ്തവർ LGS പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തവർ 47,393 പേരായിരുന്നു. അതിൽ കൺഫർമേഷൻ കൊടുത്തവർ 31,283 പേരും, പിന്നെ പരീക്ഷ എഴുതിയവർ 20,624 പേരുമാണ് നമ്മുടെ ലഭ്യമായ കണക്കനുസരിച്ച് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ കോഴിക്കോട് ജില്ലയിൽ പരീക്ഷ എഴുതിയ LGS പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ മാർക്ക്, കാറ്റഗറി കോഡ്, അതൊക്കെ നിങ്ങൾ ദയവീത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചൊരു മാർക്ക് ഉണ്ടാവുമല്ലോ, ആ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച മാർക്കും കാറ്റഗറിയും കമൻസിലിട്ടാൽ ആ ജില്ലയിൽ പരീക്ഷ എഴുതിയിട്ടുള്ള ബാക്കിയുള്ളവർക്ക് എത്ര മാർക്ക് വരെയുള്ളവർക്കൊക്കെയാണ് പ്രൊഫൈൽ മെസ്സേജ് വന്നതെന്ന് അറിയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാർക്കും കാറ്റഗറിയും ദയവീത് കമൻസിലിടുക. നമ്മുടെ ഒരു ഇത് പ്രകാരം ഈ പരീക്ഷയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 65-ൻ്റെയും 70-ൻ്റെയും ഇടയ്ക്ക് വരാനാണ് സാധ്യത. അപ്പോൾ നിങ്ങൾ ആ പ്രൊഫൈൽ മെസ്സേജിൽ വന്നവർ കമൻസിൽ നിങ്ങളുടെ ഇതിട്ടാൽ മാത്രമേ ബാക്കിയുള്ളവർക്കൊക്കെ അത് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.